എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത. നമ്മുടെ ചാലക്കുടിയുടെ തൊട്ടടുത്ത പ്രദേശമായ മാളയിൽ വ്യാഴാഴ്ച വൈകിട്ട് 6:20 സ്വർണ്ണപ്പള്ളം ദേശത്ത് തിരുമുക്കുളം വില്ലേജിൽ മഞ്ഞളി വീട്ടിൽ അജീഷ് മകൻ ആബേൽ 6 വയസ്സ് സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി 6:20 കാണാനില്ല എന്ന വാർത്തയെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്ന് വിപുലമായ തെരച്ചിലുകൾ ആരംഭിച്ചു. ഇതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത സമീപവാസിയായിരുന്ന ജോജോ എന്ന് പറയുന്ന ആളെ പോലീസ് ചോദ്യം ചെയ്യുകയും തുടർന്ന് ജോജോ പറഞ്ഞത് ഈ കുട്ടിയെ കിണറ്റിലേക്ക് ഈ കുട്ടി വീഴുന്നതായിട്ട് കണ്ടു എന്നാണ്. അതിനെ തുടർന്ന് പോലീസ് കൃത്യമായി തന്നെ അന്വേഷണവും ചോദ്യം ചെയ്യലും ആരംഭിച്ചപ്പോൾ ജോജോ പറഞ്ഞ ഒരു മറുപടി, ഈ കുട്ടി എന്നെ അസഭ്യം പറഞ്ഞു, അതിനെ തുടർന്ന് ഞാൻ ഈ കുട്ടിയെ ഓടിച്ചു, അപ്പോൾ കിണറ്റിലേക്ക് വീണു എന്നാണ്. എന്നാൽ പോലീസിന് ആ മൊഴിയിൽ സംശയമുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ലഭിച്ചത് ഈ കുട്ടി ജോജോ എന്ന് പറയുന്ന പ്രതിയുടെ പിന്നാലെ ഓടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ജോജോ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ പൊരുത്തക്കേടുണ്ടെന്ന് മനസ്സിലാക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ആ വാർത്ത അറിയാൻ സാധിച്ചത്. അതായത് ഈ ജോജോ എന്ന് പറയുന്ന ഈ പ്രതിയുടെ പശ്ചാത്തലം അത്ര നല്ല ഒരു പശ്ചാത്തലമല്ല. ബൈക്ക് മോഷണ കേസിലെ പ്രതിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഒരു സുഖകരമായിട്ടുള്ളൊരു പശ്ചാത്തലമുള്ള ഒരു ആളല്ല ഈ ജോജോ. ഈ ജോജോ ഈ കുട്ടിയെ ലൈംഗികപരമായുള്ള അസഭ്യം പറയുകയും ചേഷ്ടകൾ കാണിക്കുകയും തുടർന്ന് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടി ഈ വിവരം തൻ്റെ മാതാപിതാക്കളെ അറിയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോജോ ഈ കുട്ടിയെ ഓടിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് തൊട്ടടുത്ത കുളത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ജോജോ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ഇതിലെന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് റൂറൽ SP ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരായുമുള്ള കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപത്തെല്ലാം അവധിക്കാലമാണ്, കുട്ടികൾ കളിച്ച് നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എവിടെയോ അപകടങ്ങൾ, ചതികൾ പതിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കുട്ടികൾ ദുരുപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനും നമുക്ക് ചുമതലയുണ്ട്. എന്തായിരുന്നാലും ഈ 6 വയസ്സായ ഈ ആബേൽ എന്ന് പറയുന്ന കുട്ടിയുടെ കാണാനില്ല എന്ന വാർത്തയും അതിനെ തുടർന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും തുടർന്ന് അതിലെ പ്രതി എന്ന് സംശയിക്കുന്ന ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് വിലയിരുത്തുകയാണ്. അതിനെ തുടർന്ന് പ്രതിയായിട്ടുള്ള ജോജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആബേലിൻ്റെ മൃതദേഹം കുഴിക്കാട്ടുശ്ശേരി മറീൻ ഹോസ്പിറ്റലിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. വൈകിട്ട് 6:30 കൊച്ചു മിസ്സായ കാര്യം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസിനെ ഞാൻ അറിയിച്ചു. ഞാനും പോലീസ് സംഘവും കൂടിയാണ് ഒന്നിച്ച് ചെന്നത്. അപ്പോൾ ഈ പ്രതി ഞങ്ങൾക്കൊപ്പം തന്നെ ഇത് കുട്ടീനെ അന്വേഷിച്ച് കൊടുക്കാൻ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പെരുമാറ്റത്തിലുള്ള സംശയം കൊണ്ടാണ് ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതും പോലീസ് ഇവനെ ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ നിർബന്ധിച്ചത്. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു പോലീസ് കൊച്ച് കുളത്തിൽ വീഴുന്നതായിട്ട് കണ്ടുവന്നാണ് ആദ്യം പറഞ്ഞത്. ആ കുളത്തിൽ തപ്പിയപ്പോൾ തന്നെ ബോഡി കിട്ടി. ബോഡി ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തന്നെ നേരെ ഇപ്പോൾ കൊണ്ടായി മറീൻ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കളവ് കേസിലെ പ്രതിയാണവൻ. പിന്നെ അവൻ്റെ മോറലോ സ്വഭാവം അത്ര ശരിയല്ലാത്തൊരുത്തനാണ്.